Hello, in this section we are discussing about the geomorphic work by Glacier. Glacier. Glaciers are slow-moving mass of land ice formed by the recrystallization of snow. എന്താണ് ഒരു glacier? ഒരു slow moving mass of land ice നെ വിളിക്കുന്ന പേരാണ് glacier എന്ന്. ഇത്തരത്തിലുള്ള ഈ glaciers ഫോം ചെയ്യുന്നത് സ്നോയുടെ റീക്രിസ്റ്റലൈസേഷൻ കൊണ്ടാണ്. അപ്പോൾ സ്നോയുടെ റീക്രിസ്റ്റലൈസേഷൻ കൊണ്ട് ഫോം ചെയ്യുന്ന ഐസ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതിനാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുന്നത്. The term glacier comes from the French word glacier, which means ice. ഫ്രഞ്ച് വേർഡ് ആയ ഗ്ലേസിയയിൽ നിന്നാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഐസ് എന്നാണ്. Glaciers are often called rivers of ice. ഗ്ലേഷ്യേഴ്സിനെ പൊതുവെ അറിയപ്പെടുന്ന പേര് rivers of ice എന്നാണ്. Glaciers fall into mainly two groups, alpine glaciers and ice sheet. ഗ്ലേഷ്യേഴ്സിനെ പ്രധാനമായിട്ടും രണ്ട് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ആൽപൈൻ ഗ്ലേഷ്യേഴ്സ് എന്നും അതുപോലെ തന്നെ ഐസ് ഷീറ്റ്. ആൽപൈൻ ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻസിൽ കാണപ്പെടുന്ന ഗ്ലേഷ്യറും ഐസ് ഷീറ്റ്സ് എന്ന് പറയുന്നത് കോണ്ടിനെന്റിൽ കാണപ്പെടുന്ന ഗ്ലേഷ്യറും. Glaciers are occupied by 10% of the world's land area. ഇന്നത്തെ കാലത്ത് ഗ്ലേഷ്യേഴ്സ് ലാൻഡ് ഏരിയയുടെ 10% കവർ ചെയ്യുന്നുണ്ട്. മുമ്പ് അത് 30% കവർ ചെയ്തിരുന്നു. The various process, erosion, transportation, deposition in the movement of ice masses is known as glaciation. ഗ്ലേഷ്യറിന്റെ erosion, transportation, deposition ആ പ്രോസസ്സിനെ കളക്റ്റീവായിട്ട് പറയുന്നത് glaciation എന്നാണ്. The period of glaciation occurred several times during the history of Earth, but the Great Ice Age of Pleistocene has provided with the nearest and most record of glacial activity. Glaciation period ഭൂമിയുടെ ചരിത്രത്തിൽ ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. എങ്കിലും ഏറ്റവും ആക്റ്റീവായിട്ട് നടന്നതും ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നടന്നതും ദ ഗ്രേറ്റ് ഐസ് ഏജ് ആണ്. അതായത് പ്ലീസ്റ്റോസീൻ പീരീഡിലാണ് ഈ ഒരു ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. The branch of science deals with the study of glaciers is known as glaciology. ഗ്ലേഷ്യേഴ്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്നത് glaciology എന്നാണ്. And Louis Agassiz is considered as the father of glaciology. ഗ്ലേഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൂയിസ് ആഗസിസ് ആണ്. Origin of glaciers. Glaciers begins to form when the snow remains in the same area year round, where enough snow accumulates to transform into ice. ഏതെങ്കിലും ഒരു റീജിയനിൽ സ്നോ കണ്ടിന്യൂസ് ആയിട്ട് വീഴുകയും അവിടെ അത് പെർമനന്റ് ആയിട്ട് ഒരു വർഷത്തോളം അക്യൂമുലേറ്റ് ചെയ്യുകയും അത് പിന്നെ ഐസായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവുന്നത്. Each year, new layers of snow bury and compress the previous layer. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ സ്നോ അവിടെ അക്യൂമുലേറ്റ് ചെയ്യുകയും തൊട്ട് താഴെ കാണുന്ന ലെയേഴ്സിനെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. This compression forces the snow to recrystallize, forming grains similar in size and shape to grains of sugar. ഇത്തരത്തിലുള്ള കംപ്രഷണൽ ഫോഴ്സ് കൊണ്ട് സ്നോ റീക്രിസ്റ്റലൈസ് ചെയ്യും, അത് ഗ്രെയിൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഗ്രെയിൻസിന്റെ സൈസും ഷേപ്പും ഒക്കെ ഷുഗർ ഗ്രെയിൻസ് പോലെയാണ് കാണപ്പെടുന്നത്. Gradually, the grains grow larger and the air pockets between the grains get smaller, causing the snow to slowly compact and increase in density. കാലക്രമേണ ഈ ഗ്രെയിൻസ് വലുതാകുകയും അത് ഗ്രെയിൻസ് തമ്മിലുള്ള എയർ പോക്കറ്റ്സിന്റെ സൈസ് ചെറുതാകുകയും ചെയ്യും. ഇത്തരത്തിൽ ഗ്രെയിൻസ് വലുതാകുകയും എയർ പോക്കറ്റ്സിന്റെ സൈസ് ചെറുതാകുകയും ചെയ്യുമ്പോൾ സ്നോ വളരെയധികം കോമ്പാക്റ്റ് ആവുകയും അതിന്റെ ഡെൻസിറ്റി കൂടുകയും ചെയ്യും. Such granular masses of ice in the snow field is known as neve or fern. ഇത്തരത്തിലുള്ള ഗ്രാനുലാർ മാസസ് ഓഫ് ഐസ് അത് ശരിക്കും എന്ന് പറയുന്നത് സ്നോയും അല്ല ഗ്ലേഷ്യർ ഐസും അല്ല, അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലുള്ള പൊസിഷനിലാണ് കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേര് നെവി അല്ലെങ്കിൽ ഫേൺ എന്നാണ്. ഫേൺ ഗ്രാജുവലി ട്രാൻസ്ഫോം ടു ഐസ്. ഈ ഫേൺ അല്ലെങ്കിൽ നെവിക്ക് വീണ്ടും കോമ്പാക്ഷൻ സംഭവിച്ച് അത് ഗ്ലേഷ്യർ ആയിട്ടും ഐസായിട്ടും മാറുന്നു. Types of glaciers. The types mainly includes ice sheets or continental glaciers, ice fields and ice caps, ice ebrons, ice streams, ice shelves, cirque and alpine glacier, valley and peatment glacier, tidewater and freshwater glacier, rock glaciers, hanging glaciers. Ice sheets or continental glaciers
Ice sheets are enormous continental masses of glacial ice and snow expanding over 50,000 square kilometers, found now only in Antarctica and Greenland. ഐസ് ഷീറ്റ് എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഗ്ലേഷ്യൽ ഐസിനെയും സ്നോയെയും വിളിക്കുന്ന പേരാണ് ഐസ് ഷീറ്റ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഗ്ലേഷ്യർ. അത് എക്സ്പാൻഡ് ചെയ്യുന്നത് 50,000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിലാണ്. അതിപ്പോൾ കണ്ടുവരുന്നത് അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലും മാത്രമാണ്. Ice caps and ice field. Ice caps are miniature ice sheet covering less than 50,000 square kilometers. They form primarily in polar and subpolar regions and are smaller than continental scale ice sheet. ഐസ് ഷീറ്റിന്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമിനെയാണ് ഐസ് കേപ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ കവറിംഗ് ഏരിയ എന്ന് പറയുന്നത് 50,000 സ്ക്വയർ കിലോമീറ്ററിന് കുറവായിരിക്കും. ഇത് പ്രധാനമായി കണ്ടുവരുന്നത് പോളാർ സബ്പോളാർ റീജിയൻസിലാണ്. ഇത് കോണ്ടിനെന്റൽ സ്കെയിൽ ഷീറ്റിന്റെ സിമിലർ തന്നെയാണ്, പക്ഷെ സൈസ് മാത്രം സ്മോളർ എന്നേ ഉള്ളൂ. ഐസ് ഫീൽഡ്. Ice fields are similar to ice caps, except that their flow is influenced by the underlying topography and they are typically smaller than the ice caps. ഐസ് ക്യാപ്സിനെ പോലെ തന്നെ കാണപ്പെടുന്ന മറ്റൊരു ഫീച്ചറാണ് ഐസ് ഫീൽഡ്. ഐസ് ക്യാപ്സിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി സ്മോളർ ആയിട്ടൊരു ഫീച്ചറാണ് ഐസ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഐസ് ഫീൽഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് അണ്ടർലൈൻ ടോപ്പോഗ്രാഫി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ അണ്ടർലൈൻ ടോപ്പോഗ്രാഫി ഒരു മൗണ്ടൻ ആണെങ്കിൽ ആ മൗണ്ടന്റെ ഇൻഫ്ലുവൻസ് ആ ഒരു മൂവ്മെന്റിന് ഗ്ലേഷ്യറിന്റെ മൂവ്മെന്റിന് കാണും. ഇനി അതൊരു വാലി ആണെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കാണും. അണ്ടർലൈൻ ടോപ്പോഗ്രഫി എന്താണോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഐസ് ഫീൽഡിന്റെ ഫ്ലോ. പക്ഷെ ഐസ് ക്യാപ്പ് അങ്ങനെയല്ല, അത് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു മൂവിങ് മാസ് ഓഫ് ഐസ് ആണ്. ഐസ് ക്യാപ്പിനെക്കാട്ടും ചെറുതാണ് ഐസ് ഫീൽഡ്. മുകളിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഐസ് ക്യാപ്പും താഴെ കാണിച്ചിരിക്കുന്നത് ഐസ് ഫീൽഡുമാണ്. ഐസ് ക്യാപ്പ് ഏതാണ്ട് ഒരു സമതലം പോലെയാണ് കാണപ്പെടുന്നത്. വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ തന്നെയും ഏതാണ്ട് ഒരു ഫ്ലാറ്റ് സർഫസ് പോലെ കാണപ്പെടുന്നു. അതേസമയം ഐസ് ഫീൽഡ് ആണെങ്കിൽ ഒരു മൗണ്ടൻ അവിടെ കാണാൻ സാധിക്കും. ആ മൗണ്ടന്റെ ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചാണ് ഐസ് ഫീൽഡിലെ സ്നോ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. Ice aprons. These small steep glaciers cling to high mountain sides. Like cirque glaciers, they are often wider than they are long. Ice aprons are common in Alps and in New Zealand. ഐസ് ഏപ്രൺ ഒരു ഏപ്രൺ പോലെ കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഐസ് ഏപ്രൺ എന്ന് പറയുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ സ്മോൾ ആയിട്ടുള്ള സ്റ്റീപ്പ് ഗ്ലേഷ്യേഴ്സ് ആണ്. പ്രധാനമായിട്ടും ഹൈ മൗണ്ടൻ സൈഡ്സിൽ ക്ലിങ് ചെയ്ത് കാണപ്പെടുന്നു. ഈ കാണപ്പെടുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഐസ് ഗ്ലേഷ്യേഴ്സ് ആണ്. ഇത് ഏപ്രൺ പോലെയാണ് കാണപ്പെടുന്നത്, മൗണ്ടനിൽ ക്ലിങ് ചെയ്ത് കാണപ്പെടുന്നു. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതിന്റെ ലെങ്ത്തിനെക്കാട്ടും കൂടുതലാണ്. ഇതിന്റെ വിഡ്ത്ത് കൂടുതലും ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറവുമായിരിക്കും. ഐസ് ഏപ്രൺസ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ആൽപ്സിലും ന്യൂസിലാൻഡിലുമാണ്. ഐസ് സ്ട്രീംസ്. Ice streams are large, ribbon-like glaciers set within an ice sheet. They are bordered by ice that is flowing more slowly rather than by the rock outcrop or mountain ranges. The Antarctic ice sheet has many ice streams. ഒരു ഐസ് ഷീറ്റിനകത്ത് കാണപ്പെടുന്ന റിബൺ പോലെ പോകുന്ന ഒരു സ്ട്രീം ലൈക്ക് ഫീച്ചറിനെയാണ് ഐസ് സ്ട്രീം എന്ന് പറയുന്നത്. ഐസ് സ്ട്രീമിനെ ബോർഡർ ചെയ്തിരിക്കുന്നത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഐസസ് ആണ്. മൗണ്ടൻ റേഞ്ചസും റോക്ക് ഔട്ട്ക്രോപ്സ് ഒന്നും തന്നെ ഈ ഐസ് സ്ട്രീമിന്റെ ബോർഡർ ആയിട്ട് വരുന്നില്ല. വരുന്നതെല്ലാം തന്നെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഐസസ് ആണ്. ഈ അന്റാർട്ടിക് ഐസ് ഷീറ്റിൽ ഒരുപാട് ഐസ് സ്ട്രീംസിനെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഒരു ഐസ് സ്ട്രീമാണ്. Ice shelf. Ice shelf occur when ice sheets extend over the sea and float on the water. They range from a few hundred meters to over 1 kilometer in thickness. Ice shelves surround most of the Antarctic continent. ഐസ് ഷീറ്റിന്റെ ഒരു ഭാഗം സീയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും അത് വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസ് ഷെൽഫ് എന്ന് പറയുന്നത്. ഐസ് ഷെൽഫിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് മുതൽ 1 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഐസ് ഷെൽഫ് ഇപ്പൊ കൂടുതലായി കണ്ടുവരുന്നത് അന്റാർട്ടിക് കോണ്ടിനെന്റിന് ചുറ്റുമാണ്. Cirque and alpine glaciers. These glaciers develop in high mountain regions, often flowing out ice fields that span several peaks or even a mountain range. The largest mountain glaciers are found in Arctic Canada, Alaska, Andes in South America, and in Himalaya in Asia.
മൗണ്ടൻ റീജിയൻസിൽ കാണപ്പെടുന്ന ഐസ് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് സിർക്ക് അല്ലെങ്കിൽ ആൽപൈൻ ഗ്ലേഷ്യർ. ഒരു എൻറ്റയർ മൗണ്ടൻ റേഞ്ചിനെയും സെവറൽ പീക്സിനെയും ഒക്കെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഗ്ലേഷ്യേഴ്സ് ആണ് സിർക്ക് ആൻഡ് ആൽപൈൻ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് മൗണ്ടൻ ഗ്ലേഷ്യേഴ്സ് കണ്ടുവരുന്നത് ആർട്ടിക് കാനഡയിലും അലാസ്കയിലും സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് മൗണ്ടനിലും ഏഷ്യയിലെ ഹിമാലയൻ മൗണ്ടൻസിലുമാണ്. Valley and Piedmont Glacier. Valley and Piedmont Glacier originate in the high alpine and terminate on land. വാലി അല്ലെങ്കിൽ പീഡ്മന്റ് ഗ്ലേഷ്യേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും മൗണ്ടൻ റീജിയനിലും ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് ഒരു ലാൻഡ് ഏരിയയിലുമാണ്. They often flow through deep bedrock valleys that confine the ice on either side. ഇതിന്റെ പ്രത്യേകത ഇത് ഫ്ലോ ചെയ്യുന്നത് ഡീപ്പ് ബെഡ്റോക്ക് വാലീസിൽ കൂടെയാണ്. ഇതിന്റെ either സൈഡിലും ഐസ് കാണും. Over time, they carve and shape these valleys. കാലം കടന്നു പോകുന്തോറും ഈ ഒരു ഗ്ലേഷ്യർ ഈ ഒരു വാലീസിന് കർവ് ചെയ്യുകയും പുതിയ ഷേപ്പ് ആക്കുകയും ചെയ്യും. യൂഷ്വലി ഇപ്പോൾ ഒരു റിവർ വാലി എന്ന് പറയുന്നത് വി ഷേപ്പ് ആണ്. അവിടെ ഒരു ഗ്ലേഷ്യർ പോവുകയാണെങ്കിൽ അത് കർവ് ചെയ്ത് അതിനെ യു ഷേപ്പ് ആക്കി മാറ്റാറുണ്ട്. Tide water and freshwater glaciers. Tide water and freshwater glaciers are formed on land but terminate in the bodies of water. They often carve to produce floating chunks of glacier ice known as icebergs. Tide water അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഗ്ലേഷ്യേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ലാൻഡ് ഏരിയയിലാണ്. പക്ഷെ അത് ടെർമിനേറ്റിന് എൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലായിരിക്കും. ഈ ടൈഡ് വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഗ്ലേഷ്യേഴ്സ് ഒരുപാട് ചങ്ക്സ് ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഐസ്ബർഗ് എന്നാണ്. Rock glaciers. Rock glaciers are a combination of ice and rock. Rock glaciers may form when frozen ground creeps down slope. ഐസിന്റെ റോക്കിന്റെ ഒരു കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് റോക്ക് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. റോക്ക് ഗ്ലേഷ്യേഴ്സ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഒരു ഫ്രോസൺ ഗ്രൗണ്ട് ഡൗൺ സ്ലോപ്പിലോട്ട് ക്രീപ്പ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു ആൽപൈൻ മൗണ്ടൻ കാണാം. ഇതിലൊരു ഐസും റോക്കും കൂടെ മിക്സ് ചെയ്ത് കാണപ്പെടുന്നു. അത് ഡൗൺ സ്ലോപ്പിൽ ഒഴുകുമ്പോഴാണ് റോക്ക് ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യുന്നത്. ഹാങ്ങിങ് ഗ്ലേഷ്യർ. When a major valley glacier system retreats and thins, sometimes the tributary glaciers are left in smaller valleys high above the shrunken central glacier surface. These are called hanging glacier. ഒരു മേജർ വാലി ഗ്ലേഷ്യർ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരുപാട് ട്രിബ്യൂട്ടറി ഗ്ലേഷ്യേഴ്സും കാണും. ഈ മേജർ വാലി ഗ്ലേഷ്യർ റിട്രീറ്റ് ചെയ്യുകയും അത് തിന്നാവുകയും ചെയ്യും, നാരോവുകയും ചെയ്യും. അതേസമയം ഈ ട്രിബ്യൂട്ടറി ഗ്ലേഷ്യേഴ്സ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യണമെന്ന് വെച്ചോളൂ. എങ്കിൽ ഈ ട്രിബ്യൂട്ടറി ഗ്ലേഷ്യേഴ്സ് ഈ സ്ട്രങ്കണായ സെൻട്രൽ ഗ്ലേഷ്യൽ സർഫസിന് മുകളിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഗ്ലേഷ്യേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹാങ്ങിങ് glaciers. Then moving on to our topic, erosional work by glaciers. Glaciers erode mainly by three ways: plucking or coring, abrasion and close wedging. Plucking or coring. The movement of solid block of ice under favorable circumstances may cause the uprooting of blocks of country rocks forming the valley floor. This kind of excavation of valley floor by glaciation is known as plucking. And it is very common in regions where the country rocks are fractured or jointed. ഐസിന്റെ അല്ലെങ്കിൽ ഗ്ലേഷ്യറിന്റെ മൂവ്മെന്റ് കൊണ്ട് ഒരു സോളിഡ് ബ്ലോക്ക് ഓഫ് റോക്കിനെ അപ്റൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡ് റോക്കിനെയോ കൺട്രി റോക്കിനെയോ ബ്ലോക്ക് ആയിട്ട് തന്നെ അപ്റൂട്ട് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള ഇറോഷണൽ പ്രോസസ്സിനെയാണ് പ്ലക്കിംഗ് അല്ലെങ്കിൽ കോറിങ് എന്ന് വിളിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രാക്ചേർഡും അതുപോലെ ജോയിന്റഡ് ആയിട്ടുള്ള കൺട്രി റോക്സിലുള്ള റീജിയനിലാണ്. Then abrasion. Abrasion is a process in which a glacier scraps underlying rock. The sediments and the rocks frozen in the ice at the bottom and the sides of a glacier acts like a sandpaper. They wear away the rock. ഒരു ഗ്ലേഷ്യർ മൂവ് ചെയ്യുമ്പോൾ അത് കുറേ പെബിൾസിനെയും കോബിൾസിനെയും ബൗൾഡേഴ്സിനെയൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള പെബിൾസും കോബിൾസും ബൗൾഡേഴ്സും ഒക്കെ ഒരു കൺട്രി റോക്കിലോ അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ റോക്കിലോ ഒരു ബെഡ് റോക്കിലോ ഉരസിയിട്ട് അതിന് ഇറോഷൻ സംഭവിക്കുന്നതിനെയാണ് അബ്രേഷൻ എന്ന് പറയുന്നത്. Forced wedging. Water present in the cracks and fissures of bedrocks may expand when they are converted to ice. The reverse process in summer season causes reduction in the volume. This alternative expansion and contraction produces some amount of erosion known as forced wedging. Forced wedging.
ഒരു ഗ്ലേഷ്യേറ്റഡ് റീജിയനിൽ ബെഡ് റോക്സിൽ ക്രാക്സും ഫിഷേഴ്സും കാണും. വാട്ടർ ഐസായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. ഇനി സമ്മർ സീസൺ വരുമ്പോഴത്തേക്കും ഐസ് വീണ്ടും വാട്ടറായിട്ട് മാറുകയും അവിടെ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൊണ്ടുണ്ടാകുന്ന ഇറോഷനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് വെഡ്ജിങ്. Cracks and crevasses associated with a glacier. A crevasse is a deep crack, crevice or fissure found in an ice sheet or glacier or earth. Crevice അല്ലെങ്കിൽ cracks ഒരു ഗ്ലേഷ്യറിൽ കാണപ്പെടുന്ന വളരെ ഡീപ്പായിട്ടുള്ള ഫിഷറിനെയോ ക്രാക്കിനെയോ ഒക്കെ വിളിക്കുന്ന പേരാണ് ക്രിവേസ് എന്ന് പറയുന്നത്. ഗ്ലേഷ്യറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിവേസ് അല്ലെങ്കിൽ ക്രാക്സ് കാണാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് ക്രാക്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്സ്, റേഡിയൽ ക്രാക്സ്, marginal cracks and burst shunt. Transverse cracks. Transverse cracks are arranged perpendicular to the direction of flow of glacier. ഒരു ഗ്ലേഷ്യർ മൂവ്മെന്റ് ചെയ്യുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ക്രാക്സ് ഉണ്ടാവുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്രാക്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ക്രാക്ക്. They are occurring in places when the slope of bed increases in iceward direction. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ, ഒരു ഗ്ലേഷ്യറിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് ഓഫ് ബെഡ് ഐസ്വേർഡ് ഡയറക്ഷനിലാണ് കൂടുതലായിട്ട് ഇൻക്ലൈൻ ചെയ്ത് കാണപ്പെടുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ക്രാക്സ് ആണ് ട്രാൻസ്വേഴ്സ് ക്രാക്സ്. ഏറ്റവും കൂടുതൽ ഗ്ലേഷ്യേഴ്സിൽ കണ്ടുവരുന്ന ക്രാക്സും ട്രാൻസ്വേഴ്സ് ക്രാക്സും ആണ്. ഈ ഒരു ഫിഗർ നോക്കാം. ഗ്ലേഷ്യറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, പക്ഷെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ക്രാക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Longitudinal cracks. Longitudinal cracks are arranged parallel to the direction of flow of glaciers and they are showing downstream direction. ഒരു ഗ്ലേഷ്യർ മൂവ് ചെയ്യുന്നതിന് പാരലൽ ആയിട്ടാണ് ക്രാക്സ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്രാക്സിനെ വിളിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്സ് അല്ലെങ്കിൽ ക്രിവേസ്. അത് ഡൗൺസ്ട്രീം ഡയറക്ഷനിലാണ് അതിന്റെ ഫ്ലോ കാണിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഗ്ലേഷ്യർ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ക്രാക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Radial cracks. Cracks that are arranged just like the radius of a circle. They are typically found in Piedmont Glacier. ഒരു സർക്കിളിന്റെ റേഡിയസ് കാണുന്നത് പോലെയാണ് ക്രാക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ക്രാക്സിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ക്രാക്സ്. ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് പീഡ്മെന്റ് ഗ്ലേഷ്യേഴ്സിലാണ്. ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഇതൊരു പീഡ്മെന്റ് ഏരിയ ആണ്, ഒരു പീഡ്മെന്റ് ഗ്ലേഷ്യർ ആണ്. അതിന്റെ ഭാഗത്തായിട്ട് ചുറ്റുമായിട്ട് ക്രാക്സ് ഫോം ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ക്രാക്സ്. Marginal cracks. Marginal cracks are those formed near the lateral or margins of valley glacier and they are pointing towards the glacial axis. മാർജിനൽ ക്രാക്സ് എന്ന് പറയുന്നത് ഒരു വാലി ഗ്ലേഷ്യറിന്റെ മാർജിനിലോ ലാറ്ററൽ സൈഡിലോ ഫോം ചെയ്യുന്ന ക്രാക്സ് ആണ്. ഇത് ഗ്ലേഷ്യൽ ആക്സിസിനെ പോയിന്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്ത് നോക്കിക്കേ, ഈ രണ്ട് വശത്തും ഒരു വാലി ഗ്ലേഷ്യറിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഫോം ചെയ്യുന്ന ക്രാക്സ് ആണ്. മാർജിൻ സൈഡിൽ അല്ലെങ്കിൽ ലാറ്ററൽ സൈഡിൽ ഫോം ചെയ്യുന്ന ക്രാക്സ് ആണ് മാർജിനൽ ഗ്ലേഷ്യർ. ഇത് നടുക്കോട്ട്, അതായത് ഗ്ലേഷ്യൽ ആക്സിസിലോട്ടാണ് അതിനെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഐസ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്നോ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ക്രാക്സ് ഉണ്ടാവുന്നെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്സ്. അതേസമയം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് ക്രാക്സ്. Burst shunt. Largest depression crevasses found at the cirque or head region of a glaciated region. ഒരു ഗ്ലേഷ്യേറ്റഡ് റീജിയന്റെ ഹെഡ് ഏരിയയിൽ അല്ലെങ്കിൽ സിർക്കിൽ ഫൗണ്ട് ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് ഡിപ്രഷൻ ക്രിവേസിനെയാണ് ബർസ്റ്റ് ഷണ്ട് എന്ന് വിളിക്കുന്നത്. സിർക്ക് എന്താണെന്ന് നോക്കാം. സിർക്ക് എന്ന് പറയുന്നത് ഗ്ലേഷ്യറിന്റെ ഇറോഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ആം ചെയർ ലൈക്ക് ഡിപ്രഷനെയാണ് സിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിർക്കിലോ അല്ലെങ്കിൽ ഒരു ഗ്ലേഷ്യേറ്റഡ് ടെറൈന്റെ ഹെഡ് റീജിയനിൽ ഉണ്ടാകുന്ന ഒരു ഡീപ്പ് ഡിപ്രഷനെയാണ് ബർസ്റ്റ് ഷണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഭാഗമാണ് ബർസ്റ്റ് ഷണ്ട് എന്ന് പറയുന്നത്. ഇതൊരു സിർക്കാണ്. ആ സിർക്കിന്റെ ഏറ്റവും മുകളിൽ ഹെഡ് റീജിയനിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. അതിന്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്.